ഡോക്ടർ അംബേദ്കർ ഇസ്ലാം മതത്തെ വിമർശിച്ചിട്ടുണ്ടോ? അദ്ദേഹം കൂടുതൽ ഹിന്ദു മതത്തെ അല്ലേ വിമർശിച്ചത്? നമുക്കെല്ലാവർക്കും അംബേദ്കറിൻ്റെ സമ്പൂർണ്ണ കൃതികൾ മേടിക്കാൻ കിട്ടും. വളരെ ബൃഹത്താണ്, വളരെ വലിയ ഒരു A4 സൈസിൽ ഇത്രയെങ്കിലും ഉണ്ട്. 32-33 വാള്യങ്ങളുണ്ട്. അതിൽ അനേക ലേഖനങ്ങളിൽ വിവിധ മതങ്ങളുടെ സങ്കുചിത വീക്ഷണങ്ങളെ വിമർശിക്കുന്നുണ്ട്. ഹിന്ദു ധർമ്മത്തിൽ വന്നു ചേർന്ന അതിഹീനങ്ങളായ ദുരാചാരങ്ങളെയും ജാതീയതയെയും അതിനിശിതമായി അംബേദ്കർജി നിന്ദിച്ചിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ ഹിന്ദു ധർമ്മത്തിൻ്റെ ദാർശനികമായ ഒരു സിദ്ധാന്തത്തെ പോലും ഒരിടത്തും എതിർത്തിട്ടില്ല. ദാർശനികമായ സിദ്ധാന്തത്തെ ഒരിടത്ത് പോലും എതിർത്തിട്ടില്ല. വേദവിരുദ്ധമായി വന്ന ദുരാചാരങ്ങളെയും ജാതീയതയെയും ഉച്ചനീചത്വത്തെയും അതിനിശിതമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ ഇസ്ലാം മതത്തിലെ അതിഹീനങ്ങളായ, ഞങ്ങൾ പറയുന്നത് മാത്രം ശരിയെന്നും മറ്റെല്ലാത്തിനെയും തെറ്റെന്നും, തങ്ങളുടെ വിശ്വാസ പ്രമാണം മാത്രം നിലനിൽക്കേണ്ടതും അംഗീകരിക്കപ്പെടേണ്ടതും എന്നുള്ളതിനെയൊക്കെ അതിനിശിതമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. ഒരു മതത്തിൻ്റെയും വെള്ളപൂശൽ ചെയ്യുന്ന ആളല്ലായിരുന്നു അംബേദ്കർജി. താൻ അനുഭവിച്ച ദോഷങ്ങളെ മുഴുവൻ, പ്രത്യേകിച്ച് പാർട്ടീഷനെ കുറിച്ചുള്ള ലേഖനങ്ങളിൽ ഭാരതത്തിൻ്റെ വിഭജനം, ആ വിഭജനത്തിലേക്ക് നയിച്ച ഘടകങ്ങളെക്കുറിച്ച് അപഗ്രഥിച്ച് പറയുന്നുണ്ട്. ഈ സെക്ടേറിയൻ ചിന്താഗതി എങ്ങനെ ഭാരതത്തിൽ വന്നു എന്നുള്ളതും അതെങ്ങനെ മുസ്ലിം ലീഗിലൂടെ വിഭജനത്തിലേക്ക് കലാശിച്ചു എന്നുള്ളതും സുവ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം തൻ്റെ മുമ്പിൽ കണ്ട എല്ലാ ദോഷങ്ങളെയും വിമർശിച്ചിട്ടുണ്ട്. അത് ഹിന്ദുവിനെയും വിമർശിച്ചിട്ടുണ്ട്, മുസ്ലിമിനെയും വിമർശിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അതാണ് ശരിയായ സത്യസന്ധമായ നിലപാട്.